അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പറമ്പിൽ കവുങ്ങും കുരുമുളകും ആണ്. അതായത് ഏകദേശം 1000 കവുങ്ങും 1000 കുരുമുളകാണ് നട്ടിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മളെ തോട്ടം. പിന്നെ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ വാഴ നട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കാസർഗോഡുള്ളൊരു കാക്കാൻ്റെ അടുത്ത് നിന്ന് പറമ്പൻ കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ടൊരു കഴിഞ്ഞാണ് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളത്. പിന്നെ അതിന് തുള്ളി നന ഇട്ടിട്ടുണ്ട്. അല്ല, ഓരോന്നിനും തുള്ളി നന ഇട്ടിട്ടുണ്ട്. 10 അടി അകലത്തിലാണ് ഞാൻ കഴിഞ്ഞ് വെച്ചിട്ടുള്ളത് പറമ്പിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ടോ, കുരുമുളക് നട്ടിട്ടുണ്ട്. കുരുമുളകിന് താങ്ങുകാലമായിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതാണ്, നമ്മുടെ എണ്ണക്കരയും ചീമക്കൊന്നയും ചില സ്ഥലത്ത് മുരിങ്ങയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ കൊടും വേനലൊക്കെ വരികയാണെന്ന് വെച്ചാൽ അതിന് തണുപ്പുമാവും. മഴ വരുന്ന സമയത്ത് നമുക്ക് മരട്ടി കിട്ടും കൊടുക്കാം. പോരാത്തതിന് നമ്മുടെ താങ്ങുകാല്, ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്ങുകാല് വള്ളി വളരുന്നതിനനുസരിച്ച് ഓരോ വർഷം കൂടുമ്പോഴേക്കിന് താങ്ങുകാലും വളരും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്ക് വെട്ടി നിർത്തിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാഴയാണ്. നമ്മളെ വെറൈറ്റി ഫാർമറൊക്കെ ചെയ്യണ പോലെ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് 3 വാഴ ഒരു തടത്തിൽ. എന്നാൽ വളമിടാനും സുഖമാണ്, അതേപോലെ നനയ്ക്കാനും സുഖമാണ്. ഒറ്റ മൈക്രോ ട്യൂബ് വഴി നമുക്ക് ഇതിൻ്റെ മുരട്ടിക്ക് വെള്ളതാ കണ്ടോ. ഈ ട്യൂബിൽ നിന്ന് ചെറിയ മൈക്രോ ട്യൂബ് വഴി ഈ വാഴേൻ്റെ സെൻറ്ററിലേക്കാണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1500ഓളം വാഴ നട്ടിട്ടുണ്ട് ഈ വർഷം. കണ്ടോ, നമ്മളെ എണ്ണക്കര കൊമ്പ് ഈ വർഷം കുത്തിയ എണ്ണക്കര കൊമ്പാണിത്. കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ കുരുമുളക് നട്ടിട്ടുള്ളത്. അത് ഏകദേശം ഇത്രയായി. പല സ്ഥലത്തും കുരുമുളക് പോയിട്ടുണ്ട്. എണ്ണക്കര അതേപോലെ കിട്ടാനില്ല. എണ്ണക്കര എവിടെയെങ്കിലും വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുള്ളൂ.